Welcome to Yashoda Edu platform. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൽ അറിയേണ്ടത് എന്താണ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ. ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു മെറ്റൽ സർഫസിൽ നിന്നും അതിലെ ഫ്രീ ഇലക്ട്രോൺസിനെ നമ്മൾ ലിബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത് എമിഷൻ. നമുക്ക് മൂന്ന് രീതിയിൽ എമിഷൻ ടെക്നിക്സ് പോസിബിൾ ആണ്. ഫസ്റ്റ് വൺ ഈസ് തെർമിയോണിക് എമിഷൻ, സെക്കൻഡ് വൺ ഫീൽഡ് എമിഷൻ, തേർഡ് വൺ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. തെർമിയോണിക് എമിഷനിൽ ആ പേരിലുള്ളതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഒരു മെറ്റൽ പ്ലേറ്റിനെ ഹീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്ന ടെക്നിക്കാണ് തെർമിയോണിക് എമിഷൻ. അതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ഫ്രീ ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് തെർമയോൺസ്. അതുപോലെ ഫീൽഡ് എമിഷൻ എന്താണ്, ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ലിബറേറ്റ് ആവുന്ന ടെക്നിക്കാണ് ഫീൽഡ് എമിഷൻ. നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അതായത് ഒരു സർട്ടൺ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വേവ്സിനെ നമ്മൾ ഈ മെറ്റൽ സർഫസിൽ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ as ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്? ദ ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് suitable frequency falls on it. It is known as ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്. ഒരു മെറ്റൽ സർഫസിൽ നിന്നും വെറുതെ ഇലക്ട്രോൺസ് ഇജക്ട് ആവത്തില്ല, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വേവ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോഴത്തേനും ഇലക്ട്രോൺസ് ഇജക്ട് ആവത്തുള്ളൂ. സോ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി പറയുന്ന പേരാണ് എന്ത്, ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ നോട്ട്. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ എന്താണ്, വർക്ക് ഫംഗ്ഷൻ പൈ നോട്ട്. മിനിമം ഫ്രീക്വൻസി പറയുന്ന പേര് ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഇജക്ട് ചെയ്യാൻ വേണ്ട ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി വരുന്ന മിനിമം എനർജി പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. അതിന്റെ ഫോർമുല പഠിച്ചു വെക്കുക. ഫൈ നോട്ട് ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ നോട്ട്. ഇവിടെ എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ അറിഞ്ഞു വെച്ചിരിക്കണം. 6.67 ഇൻറ്റു 10⁻⁻34 ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വരുന്നത്. ന്യൂ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് ന്യൂ നോട്ട്. ഓക്കെ, നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ആ ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട് അല്ലേ, അതെങ്ങനെയാണ് ഇവാക്യുവേറ്റഡ് ആണ് ഈ ഗ്ലാസ് ട്യൂബ്. പിന്നെ ഒരു സോഴ്സ് ഉണ്ട്, ലൈറ്റ് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ട്യൂബിനകത്ത് രണ്ട് മെറ്റാലിക് പ്ലേറ്റ്, അതായത് ഇലക്ട്രോഡ്സ് ഉണ്ട് അല്ലേ. ദിസ് ഈസ് നോൺ as എമിറ്റർ പ്ലേറ്റ്, ദിസ് ഈസ് നോൺ as കളക്ടർ പ്ലേറ്റ്. എമിറ്റർ പ്ലേറ്റിന് നമ്മൾ സെല്ല് യൂസ് ചെയ്തുകൊണ്ട് എന്ത് പൊളാരിറ്റി കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് പൊളാരിറ്റിയും. കളക്ടർ പ്ലേറ്റിന് പോസിറ്റീവ് പൊളാരിറ്റിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂട്ടേറ്റർ എന്ന് വെച്ചാൽ സിംപിളി ഇതൊരു സ്വിച്ച് ആണ്. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ കമ്മ്യൂട്ടേറ്ററിന്റെ പർപ്പസ്. പിന്നെ വോൾട്ട് മീറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യാനും കറണ്ട് മെഷർ ചെയ്യാനും ഒക്കെ ഉള്ള സെറ്റപ്പ് ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സോഴ്സിൽ നിന്നും ലൈറ്റ് വേവ്സ് വന്നിട്ട് ഒരു ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റിലോട്ട് വന്ന് വീഴുന്നുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ എന്ത് കിട്ടുന്നു, നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നു. ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസ് നെഗറ്റീവ് ഡയറക്ഷനിൽ നിന്നും പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് നോക്കി മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ഇവിടെ എന്ത് ക്രിയേറ്റ് ആവും, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ. അത് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഞാൻ ഈ കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ കളക്ടർ പ്ലേറ്റിന്റെ പൊളാരിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റി ആയിരുന്നതിനെ ഞാൻ നെഗറ്റീവ് ആക്കി. അപ്പൊ ഒന്ന് സങ്കല്പിക്കൂ, ഇവിടെ നിന്ന് വരുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ ചാർജും നെഗറ്റീവ് ആണ്, ഇവിടുത്തെ കളക്ടർ പ്ലേറ്റിന്റെ ചാർജും നെഗറ്റീവ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഒരു കാരണവശാലും നെഗറ്റീവ് ടു നെഗറ്റീവ് ഫ്ലോ ചെയ്ത് വരത്തില്ല. സോ അതിന്റെ റിസൾട്ട് ആയിട്ട് അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് കറണ്ട് എന്താവും, സീറോ ആവും അല്ലേ. സോ ആ സമയം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ നെഗറ്റീവ് പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. നമ്മളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. What is stopping potential? It is the minimum negative potential applied to the collector plate in order to make the photoelectric current zero. അതാണ് സംഗതി. ഇനി എന്താണ് സാച്ചുറേഷൻ കറണ്ട്? ഈ രണ്ട് ടേമും പഠിക്കണം. എന്താണ് സാച്ചുറേഷൻ കറണ്ട്? ഫസ്റ്റ് കേസിൽ നമ്മൾ ഈ പൊളാരിറ്റി ഒന്നും ചേഞ്ച് ചെയ്യാത്ത കേസിൽ നോർമലി എന്താണ്, ഇലക്ട്രോൺസ് നെഗറ്റീവ് ടു പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഇങ്ങനെ മാക്സിമം ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഇവിടെ പ്രൊഡ്യൂസ് ആവുന്ന കറണ്ട് കൂടും. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അവിടെ പ്രൊഡ്യൂസ് ആവുന്ന മാക്സിമം കറണ്ടിന് പറയുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, നെക്സ്റ്റ്
Effect of intensity of light on photoelectric current. The photoelectric current increases with intensity of incident light. അതായത് വരുന്ന ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അവിടെ പ്രൊഡ്യൂസ് ആവുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണവും കൂടും. ആസ് എ റിസൾട്ട് എന്താണ്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇൻക്രീസ് ആവുന്നു. നെക്സ്റ്റ് ഗ്രാഫ് എന്താണ്, ഇഫക്ട് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം 3 ലൈറ്റ് വേവ്സ് എടുത്തിട്ടുണ്ട്. മൂന്നിന്റെയും ഇന്റൻസിറ്റീസ് ഡിഫറെന്റ് ആണ്, I1, I2, I3. ഓക്കെ, പക്ഷെ അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്ത് വെച്ചിരിച്ചിട്ടുണ്ട്, ഫിക്സഡ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം നോക്കൂ, ഈ 3 ലൈറ്റ് വേവ്സിന്റെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം വാല്യൂ ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഫ്രീക്വൻസി ഫിക്സഡ് ആയതുകൊണ്ടാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ചേഞ്ച് ആവാതെ ഒരേ പോയിന്റിൽ നിൽക്കുന്നത്. അതേസമയം ഈ മൂന്നിന്റെയും സാച്ചുറേഷൻ കറണ്ട് ഡിഫറെന്റ് ആണ്. ഈ ഗ്യാപ്പാണ് സാച്ചുറേഷൻ കറണ്ട് വരുന്നത്. മൂന്നിനും സാച്ചുറേഷൻ കറണ്ട് ഡിഫറെന്റ് ആണ്. അതായത് ഇന്റൻസിറ്റി ചേഞ്ച് ആയാൽ സാച്ചുറേഷൻ കറണ്ടും ചേഞ്ച് ആവും. പക്ഷെ ഇന്റൻസിറ്റി ചേഞ്ച് ആയെന്ന് പറഞ്ഞ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ആവുന്നില്ല. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ പൊട്ടൻഷ്യൽ അപ്ലൈഡ് ടു ദി കളക്ടർ. അതായത് നേരത്തെ ഫിഗറിൽ കാണിച്ചില്ലേ, ഈ കളക്ടർ പ്ലേറ്റിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂടുതലായി അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് വരുന്ന കറണ്ടിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യും, അതായത് ഇവിടെ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണവും കൂടും. ആസ് എ റിസൾട്ട് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇൻക്രീസ് ആവും. അതേസമയം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡസിന്റ് ചേഞ്ച് വിത്ത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. അതായത് ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻസിഡന്റ് റേഡിയേഷന്റെ ഇന്റൻസിറ്റി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് മാറുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത ഫിഗറൂടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. പൊട്ടൻഷ്യൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഗ്രാഫ് ആണ് ഇത്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 3 ലൈറ്റ് വേവ്സ് വരുന്നുണ്ട്. പക്ഷെ മൂന്നിന്റെയും ഇന്റൻസിറ്റി ഇവിടെ എങ്ങനെയാണ്, കണ്ടോ, ഫിക്സഡ് ഇന്റൻസിറ്റി ആണ്. പക്ഷെ ഫ്രീക്വൻസി എങ്ങനെയാണ്, ഫ്രീക്വൻസീസ് ഡിഫറെന്റ് ആണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി, ഇന്റൻസിറ്റി സെയിം ആയപ്പോ മൂന്നിന്റെയും സാച്ചുറേഷൻ കറണ്ടും എന്താണ്, സെയിം ആണ് അല്ലെ. അതേസമയം ഫ്രീക്വൻസി വേരി ആയപ്പോ മൂന്നിന്റെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും എന്തായി, വേരി ആയി. അപ്പൊ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇത് നോക്കാം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി മാറിയാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാറും. പക്ഷെ ഫ്രീക്വൻസി മാറി എന്ന് പറഞ്ഞിട്ട് ഇന്റൻസിറ്റിയിലോ സാച്ചുറേഷനിലോ ചേഞ്ച് വരുന്നില്ല. നെക്സ്റ്റ്, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ H nu is equal to phi naught plus K max. ഇതിൽ നിന്നും K max equal to H nu minus phi naught. ജസ്റ്റ് ആ ഫോർമുല അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. K max equal to maximum kinetic energy of ejected electron ആണ്. Phi naught എന്ന് പറയുന്നത് H nu naught ഈക്വൽ ആണ്. അതെന്താണ്, വർക്ക് ഫംഗ്ഷൻ ഓഫ് മെറ്റൽ ആണ്. H nu എന്ന് പറയുന്നത് എന്താണ്, എനർജി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി കണ്ടത് തന്നെയാണ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്തൊക്കെയാണ്, ഫോർ എ ഗിവൺ മെറ്റൽ there is a minimum frequency called the threshold frequencies to start photoelectric effect. അതായത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇലക്ട്രോൺസ് റിലീസ് ആവുന്നത് എപ്പോഴാണ്, ഒരു പർട്ടിക്കുലർ മിനിമം ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വേവ് വന്ന് വീഴുമ്പോഴാണ് അല്ലെ. സോ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. നെക്സ്റ്റ് വൺ എന്താണ്, ഈ വരുന്ന ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും എന്താവും, ഇൻക്രീസ് ആവും. ലാസ്റ്റ് വൺ, the kinetic energy and hence velocity of photoelectrons is directly proportional to frequency. അതായത് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിയും വെലോസിറ്റിയും ഫ്രീക്വൻസിക്ക് നേരനുപാതത്തിലായിരിക്കും. എന്നാൽ അത് ഇന്റൻസിറ്റിയെ അഫക്ട് ചെയ്യുന്നില്ല. ഇനി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ആ ഫോർമുല മാത്രം ഒന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. ലാംഡ ഇസ് ഈക്വൽ ടു H ബൈ പി ആണ്. പി എന്ന് പറയുന്നത് മൊമെന്റം ആണ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, പി ഇസ് ഈക്വൽ ടു എം വി അല്ലേ. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു H ബൈ എം വി. The de Broglie wavelength lambda of the electron, lambda is equal to H by root of 2m k. H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, m മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, k എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആണ്. അതിന്റെ വാല്യൂ ആണ് റൂട്ട് ഓഫ് 150 ഡിവൈഡഡ് ബൈ v ആംസ്ട്രോങ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആറ്റംസ് എന്നുള്ള ചാപ്റ്ററിനകത്ത് എന്താണുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് റുദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. നമ്മൾ ആദ്യം ഇദ്ദേഹം ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ ബേസിലാണ്
കൺക്ലൂഷൻസിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ ഒരു സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഉണ്ടാവും, പിന്നെ ഒരു തിൻ ഗോൾഡ് ഫോയിൽ ഉണ്ടാവും. അടുത്ത് ഈ ആൽഫ പാർട്ടിക്കിൾസ് വന്ന് പതിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീൻ എന്താണ്? സിങ്ക് സൾഫൈഡ് പൂശിയിട്ടുള്ള ഒരു സ്ക്രീൻ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ സോഴ്സിൽ നിന്നും ആൽഫ പാർട്ടിക്കിൾസിനെ ഈ ഗോൾഡ് ഫോയിലോട്ട് ഹിറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇദ്ദേഹം കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെജോറിറ്റി ആൽഫ പാർട്ടിക്കിൾസും സ്കാറ്റർ ചെയ്യാതെ പാസ് ചെയ്ത് പോയി. അതിലെ ഫ്യൂ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? കുറച്ച് ആംഗിൾസ് ഒക്കെ ഡീവിയേറ്റ് ചെയ്ത് സ്കാറ്റർ ചെയ്ത് പോയി. അതിലും വളരെ കുറച്ച് മാത്രം, വെരി ഫ്യൂ ഓഫ് ദം എന്ത് ചെയ്തു? ഈ ഫോയിലിൽ പോയി തട്ടി സെയിം ഡയറക്ഷനിലോട്ട് തിരിച്ചു വന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അദ്ദേഹം എത്തിയ കൺക്ലൂഷൻ ആണ്, മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. അടുത്ത്, the entire positive charge and most of the mass of atom is concentrated in small central volume called nucleus. അടുത്ത് എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റും ഒരു പ്രത്യേക ഓർബിറ്റലിൽ എന്താണ്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഇലക്ട്രോണിനും ന്യൂക്ലിയസിനും ഇടയ്ക്ക് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട് അല്ലേ? ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അവരെ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പാക്ട് പാരാമീറ്റർ സ്മോൾ പി. ഈ ഫിഗർ ഒന്ന് അനലൈസ് ചെയ്തോ. ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ സോഴ്സിൽ നിന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിളിന്റെ പാത്താണ്. ഇത് ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ പാത്താണ്. ഇങ്ങനെ ഇത് ഡീവേറ്റ് ചെയ്തു പോയത്. ഇതെന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾ നേരെ വന്ന് ഹെഡ് ഓൺ കൊളീഷൻ പോലെ, അതായത് ജസ്റ്റ് ഈ ന്യൂക്ലിയസിൽ വന്ന് തട്ടി അതേപോലെ തിരിച്ച് റിഫ്ലക്റ്റഡ് ബാക്ക്. സോ ഇവിടെ നമുക്ക് പഠിക്കാം ഇമ്പാക്ട് പാരാമീറ്റർ എന്താണ്. ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ഫ്രം ദി സെന്റർ ഓഫ് ദി ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും ഇതേ കണ്ടോ, ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ, ഇതിനിടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഇമ്പാക്ട് പാരാമീറ്റർ. അതിന്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. സ്മോൾ ലെറ്റർ ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 ZE² ഡിവൈഡഡ് ബൈ EK cot θ/2. ഇവിടെ ZE എന്ന് പറയുന്നത് എന്താണ്? ഈ ന്യൂക്ലിയസിന്റെ ചാർജിനെയാണ് നമ്മൾ ZE എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. EK എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം തീറ്റ ആംഗിൾ ആണ്. ഇത് എത്ര ആംഗിളിലോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ആൽഫ പാർട്ടിക്കിൾസ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാവോ? അതും ഒരു കോൺസ്റ്റന്റ് ആണ്. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക. 8.85 into 10⁻⁻12. ഓക്കെ, ഈ ഇമ്പാക്ട് പാരാമീറ്റർ 0 ആയാൽ തീറ്റ ഇസ് ഈക്വൽ ടു 18 ഡിഗ്രി. അതായത് ഈ ഹെഡ് ഓൺ കൊളീഷൻ ചെന്ന് തട്ടി അതേ പാത്തിൽ തിരികെ വരുന്ന കണ്ടീഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 0 ആകുമ്പോൾ എന്താണ്? പോകുന്ന ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിന്റെ സെന്ററിൽ പോയി തട്ടി അതേ ഡിഗ്രിയിൽ തിരിച്ചെന്തോ ചെയ്യുന്നു, 180 ഡിഗ്രിയിൽ നേർരേഖയിൽ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്നു. ഇദ്ദേഹത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. റുദർഫോർഡിന്റെ മോഡലിന്, ആറ്റം മോഡലിന് ഉണ്ടായ ലിമിറ്റേഷൻസ് ആണ്. ഒന്ന്, ഇദ്ദേഹത്തിന് ആറ്റംസിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. രണ്ട്, ഈ അറ്റോമിക് സ്പെക്ട്രൽ ലൈൻസിനെ കുറിച്ച്, സ്പെക്ട്രത്തെ കുറിച്ചുള്ള വിശദീകരണം നൽകാനും റുദർഫോർഡിന് സാധിച്ചില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഈ ലിമിറ്റേഷൻസ് ആണ്. നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ബോർസ് ഹൈഡ്രജൻ ആറ്റം മോഡൽ പോസ്റ്റുലേറ്റ്സ്. ഈ ബോർ സയന്റിസ്റ്റ് എന്താണ് പറയുന്നത്? ഇലക്ട്രോൺസ് സ്റ്റേബിൾ ഓർബിറ്റില് എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. ഇനി ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കും. ആംഗുലാർ മൊമെന്റം റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ L എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു mvr. m എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ. ജസ്റ്റ് വാല്യൂ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. 9.1 into 10⁻31 ആണ് എമ്മിന്റെ വാല്യൂ. നെക്സ്റ്റ് v എന്ന് പറയുന്നത് എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി ഓർബിറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു n എന്ന് പറയുന്നത് 1, 2, 3 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് എക്സെട്ര 1, 2, 3 എക്സെട്ര പോയിക്കൊണ്ടേയിരിക്കും. അതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, h/2π. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഒരു സിംഗിൾ ഓർബിറ്റിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു എനർജി എമിഷനോ എനർജി ട്രാൻസിഷനോ ഒന്നും നടക്കുന്നില്ല. അതേസമയം
ഒരു ഓർബിറ്റിൽ നിന്നും, അതായത് ലോവർ ഓർബിറ്റിൽ നിന്നും ഹയർ ഓർബിറ്റലിലോട്ട് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? നമുക്ക് എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോൺസ് എമിറ്റ് എനർജി ഓൺലി വെൻ they make transitions from one orbit to a lower orbit. അതായത് hν is equal to E2 minus E1. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഫോർമുല, റേഡിയസ് ഓഫ് nth പോസിബിൾ ഓർബിറ്റ് Rn is equal to n square a naught. n square a naught എന്ന് എഴുതാം, r naught എന്ന് എഴുതാം. Where a naught is the radius of the first orbit, അതായത് which is equal to 0.53 angstrom. റേഡിയസ് പറഞ്ഞതുപോലെ തന്നെ എനർജി ഓഫ് nth ഓർബിറ്റ് ഇലക്ട്രോണും അറിഞ്ഞിരിക്കുക. En is equal to minus m e raised to 4 divided by n square 8 epsilon naught square h square, which is equal to minus 13.6 electron volt divided by n square. ഇവിടെ m എന്ന് പറയുന്നത് സെയിം കേസ് നേരത്തെ പറഞ്ഞതുപോലെ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നെക്സ്റ്റ് എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണ്. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചോ. n is equal to 1 ആയിരിക്കുമ്പോൾ ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്നാണ് മീനിങ്. ഇത് കണ്ടോ, എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. ഫസ്റ്റ് എക്സൈറ്റേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് n is equal to 2 ആയിരിക്കുമ്പോഴാണ്. സെക്കൻഡ് എക്സൈറ്റേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് n is equal to 3 ആയിരിക്കുമ്പോഴാണ്. തേർഡ് എക്സൈറ്റേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് n is equal to 4. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഇലക്ട്രോൺസ് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ ഒരു എനർജിയും റേഡിയേറ്റ് ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ ഇതിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് ഹയർ സ്റ്റേറ്റിലോട്ട് പോയിട്ട് നെക്സ്റ്റ് അവിടെ നിന്ന് തിരിച്ച് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പോഴത്തേനുമാണ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്. നോക്കാം, ഫിഫ്ത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെന്നും ഫോർത്തിലെന്നും തേർഡിലെന്നും സെക്കൻഡിലെന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നു? ഒരു സ്പെക്ട്രം ലൈൻ കിട്ടുന്നു. അതാണ് ലൈമാൻ സീരീസ്. ലൈമാൻ സീരീസ്. ഇത് ഏത് റീജിയനിലാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഇത് ഉണ്ടാവുന്നത് UV റീജിയനിലാണ്. അതുപോലെ ഫിഫ്ത്ത് ഫോർത്ത് തേർഡ് സ്റ്റേജിൽ നിന്നും സെക്കൻഡിലോട്ട് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബാൽമർ സീരീസ് കിട്ടുന്നു. ഇത് വിസിബിൾ റീജിയനിലാണ് വരുന്നത്. നെക്സ്റ്റ് ഫിഫ്തിലെന്നും ഫോർത്തിലെന്നും തേർഡ് എക്സൈറ്റേഷൻ സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ അതിന് പറഞ്ഞ പേരാണ് പാഷൻ സീരീസ്. ഈ പാഷൻ സീരീസും ബ്രാക്കറ്റ് സീരീസും ഏത് റീജിയനിലാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ IR റീജിയൻ. അപ്പോൾ ലൈമാൻ സീരീസ് UV റീജിയൻ, ബാൽമർ സീരീസ് വിസിബിൾ റീജിയൻ, പാഷൻ ആൻഡ് ബ്രാക്കറ്റ് സീരീസ് എന്ന് പറയുന്നത് IR റീജിയനിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, എനർജി ലെവൽസ് ഓഫ് ഇലക്ട്രോൺസ് ഓഫ് ഹൈഡ്രോജൻ ആറ്റം. E1 is equal to, ഈ ഫോർമുലയിൽ നമ്മൾ n-ന് 1 കൊടുത്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും, n-ന് 2 കൊടുത്താൽ ഈ വാല്യൂ കിട്ടും, 3 കൊടുക്കുമ്പോൾ ഇത്, 4 കൊടുക്കുമ്പോൾ ഇത്. ഓക്കെ, മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് E1 എന്ന് പറയുന്നത്. E2 എന്ന് പറയുന്നത് മൈനസ് 3.4 ഇലക്ട്രോൺ വോൾട്ട്. ജസ്റ്റ് നോക്കി വയ്ക്കുക. എന്താണ് അയണൈസേഷൻ എനർജി? ദ മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദി ആറ്റം ഈസ് നോൺ ആസ് അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം പഠിച്ചു വെച്ചിരിക്കുക. മൈനസ് അല്ല, 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇനി ഡി ബ്രോഗ്ലിസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോർസ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. എന്താണ് ബോർസ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്? അതായത് ഈ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നാണ് ആര് പറഞ്ഞത്? ബോർ പറഞ്ഞത്. അതേസമയം ഡി ബ്രോഗ്ലി പറയുന്നതെന്ന് വെച്ചാല് സർക്കംഫറൻസ് ഓഫ് nth ഓർബിറ്റ് ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ വേവ് എന്നാണ് പറയുന്നത്. കണ്ടോ, വേവ് ലെങ്ത് ലാംഡ. സർക്കിളിന്റെ സർക്കംഫറൻസ് നമുക്ക് 2πr ആണെന്ന് അറിയാം അല്ലേ? ഇവിടെ നമ്മൾ ഇലക്ട്രോണിന്റെ AC പറയുമ്പോൾ 2πrn is equal to n lambda, where 2πrn is equal to nh/mv or mvr is equal to 2h/2π. ഇത് തന്നെയല്ലേ നമ്മുടെ ആംഗുലർ മൊമെന്റം L ബോർ മാതൃകയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആദ്യം അറിയേണ്ടത് അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണ്? One atomic mass unit is defined as the 1/12th mass of carbon 12 atom.
1 AMU is equal to 1.660565 into 10 raised to minus 17 kilogram ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. മാസ് ഓഫ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ പഠിച്ചിരിക്കണം. മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 1.6726 into 10 raised to minus 27 kg ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 into 10 raised to minus 31 kg ആണ്. മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 1.6749 into 10 raised to minus 27 kg ആണ്. ഇനി എന്താണ് ഐസോടോപ്സ്? ആറ്റംസ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. കാർബൺ 612, ഇവിടെയാണെങ്കിലോ 6 കാർബൺ 14. അതായത് രണ്ടിന്റെയും അറ്റോമിക് നമ്പർ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഇസഡ് ആണ് അല്ലെ? അപ്പൊ രണ്ടിന്റെയും ഇസഡ് വാല്യൂ സെയിം ആണ്. അത് ഇനി മാസ് നമ്പർ ചെക്ക് ചെയ്യാം. ഇവിടെ 12 ആണ്, ഇവിടെ 14 ആണ്. അപ്പൊ മാസ് നമ്പർ വേരി ചെയ്ത് വന്നാൽ ദാറ്റ് ഈസ് നോൺ ആസ് ഐസോടോപ്സ്. ഇനി ഐസോബാർസ് എന്ന് വെച്ചാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവർക്ക് എലമെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും, അതായത് അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ഇവയുടെ മാസ് നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അതായത് ഹൈഡ്രജൻ, ഹീലിയം, രണ്ട് ആറ്റംസ് ആണ് അല്ലെ? ഡിഫറെന്റ് എലമെന്റ്സ് ആണ് അല്ലെ? പക്ഷെ അവരുടെ മാസ് നമ്പർ നോക്കിയേ, 3 3 സെയിം മാസ് നമ്പർ ആണ്. സോ മാസ് നമ്പർ സെയിം ആയാൽ ഐസോബാർ എന്ന് പറയാം. എന്താണ് ഐസോടോൺസ്? ആറ്റംസ് വിത്ത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ള ആറ്റംസിനെ പറഞ്ഞ പേരാണ് ഐസോടോൺസ്. എങ്ങനെ ന്യൂട്രോൺസ് കണ്ടുപിടിക്കും? N is equal to A minus Z. വേർ A എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്, Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. ലാസ്റ്റ് വൺ, ഐസോമർ. ഐസോമറുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് സെയിം മാസ് നമ്പറും അറ്റോമിക് നമ്പറും ഉണ്ടാവും. പക്ഷെ അവയുടെ സ്ട്രക്ചറിലും റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടീസിലും എന്തുണ്ടാവും? ഡിഫറൻസ് വരും. അതാണ് ഐസോമറുകൾ. അപ്പോ ഐസോടോപ്സില് മാസ് നമ്പർ ആണ് വേരി ചെയ്യുന്നത്, ഐസോബാറില് അറ്റോമിക് നമ്പർ ആണ് വേരി ചെയ്യുന്നത്, ഐസോടോൺസിൽ എന്താണ്? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് വരുന്നത്. ഐസോമർ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പറും മാസ് നമ്പറും സെയിം ആയിട്ട് വരും, എന്നാൽ അതിന്റെ സ്ട്രക്ചറിലും റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടീസിലും ഡിഫറൻസ് വരും. ഇനി സൈസ് ഓഫ് ന്യൂക്ലിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഫോമുല അറിഞ്ഞു വെച്ചിരിക്കുക. 4/3 pi r cube is directly proportional to capital A, that is mass number. R is equal to R naught into A raised to 1/3, where R naught is equal to 1.2 into 10 raised to minus 15 meter. ഈ R എന്ന് പറയുന്നത് എന്താണ്? R is the radius of the nucleus. ന്യൂക്ലിയസിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. ആ ഫോമിൽ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് we know that mass by volume is known as density. ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.4 into 10 raised to 17 kilogram per meter cube ആണ്. ഇനി ഐൻസ്റ്റീന്റെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? മാസ് എനർജി ഇക്വേഷൻ അല്ലേ? ക്യാപിറ്റൽ E is equal to mc² joule. C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് അല്ലെ? M എന്ന് പറയുന്നത് മാസ് വരുന്നുണ്ട്, E for എനർജി. ഓക്കെ, ഈ ഐൻസ്റ്റീന്റെ ഇക്വേഷന് നമ്മൾ എനർജി ഇക്വലന്റ് ടു 1 AMU കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 931.5 മെഗാവോൾട്ട് ആണ്. അറിഞ്ഞിരിക്കുക. എന്താണ് മാസ് ഡിഫക്റ്റ്? മാസ് ഡിഫക്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ എം എന്നാണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ മാസ് ഓഫ് ദി ന്യൂക്ലിയസ്. ഇതാണ് ആക്ച്വൽ മാസ് ഓഫ് ദി ന്യൂക്ലിയസ്, ക്യാപിറ്റൽ എം, മൈനസ് ടോട്ടൽ മാസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് ന്യൂക്ലിയസ്. എന്താണ് ഈ ടോട്ടൽ മാസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് ന്യൂക്ലിയസ്? ന്യൂക്ലിയോൺസ്. അതായത് ഈ ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും മാസുകളുടെ സം ആണ് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഇക്വേഷൻ നോക്കുമ്പോൾ ഒന്നുകൂടെ ഒന്നും ക്ലാരിറ്റി കിട്ടും. ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു ഇസഡ് എം പി പ്ലസ് എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ മൈനസ് എം. ഈ എം പി എന്ന് പറയുന്നത് മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. പക്ഷെ ഒരു പ്രോട്ടോണിന്റെ മാസ് അല്ലല്ലോ, ടോട്ടൽ പ്രോട്ടോണിന്റെ മാസ് കിട്ടണമെങ്കിൽ ഇസഡ് ഇൻറ്റു എം പി ചെയ്യണം. പ്ലസ് എന്താണ് എ മൈനസ് ഇസഡ്? ന്യൂട്രോൺ ആണെന്ന് അറിയാം അല്ലേ? സോ ടോട്ടൽ ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എം എൻ മാസ് ഓഫ് ന്യൂട്രോൺ ആണ്. അപ്പൊ ടോട്ടൽ ചോദിക്കുമ്പോൾ എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ. ഇനി പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടെ ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ആ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോൺസിന്റെ മാസിന്റെ സം കിട്ടത്തുള്ളൂ. അത് മൈനസ് ആക്ച്വൽ മാസ് ഓഫ് ദി ന്യൂക്ലിയസ്. ആ വാല്യൂ ആണ് എന്ത്? മാസ് ഡിഫക്റ്റ്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് മാസ് ഡിഫക്റ്റ്. അതറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടേം ആണ് ബൈൻഡിങ് എനർജി, ക്യാപിറ്റൽ ഇ ബി. എന്താണ് ബൈൻഡിങ് എനർജി? നമ്മുടെ ഈ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന എനർജിക്ക് പറയുന്ന പേരാണ് സിമ്പിൾ ആയിട്ട് ബൈൻഡിങ് എനർജി. നമുക്ക് ഇതിന്റെ ഫോർമുല അറിഞ്ഞു വെച്ചിരിക്കുക. ഇ ബി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു
ZMP plus A minus ZMN minus M into C square. EB is equal to നമുക്ക് സിമ്പിൾ ആയിട്ട് ഡെൽറ്റ M into 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതാം. പഠിക്കുക. അടുത്ത ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്താണ്? EBN എന്നാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. EBN is equal to EB by A ആണ്. അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ബൈൻഡിങ് എനർജി ടു ദി എന്താണ് മാസ് നമ്പർ ആണ് അല്ലെ. എ എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ MC സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ A. ഇനി ഗ്രാഫ് ബിറ്റ്വീൻ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആൻഡ് മാസ് നമ്പർ. ഈ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. ഇതിന്റെ എക്സ് ആക്സിസിൽ മാസ് നമ്പർ ഓർ ക്യാപിറ്റൽ ലെറ്റർ A കൊടുത്തിട്ടുണ്ട്. Y ആക്സിസിൽ എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് എലമെന്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഐസോടോപ്സ് ആണ് അല്ലെ. ഹൈഡ്രജന്റെ ഐസോടോപ്സ് ഉണ്ട്, ലിഥിയം ഉണ്ട്, ഹീലിയം, നൈട്രജൻ, കാർബൺ, ഓക്സിജൻ, സൾഫർ, അയൺ അങ്ങനെ പോകുന്നുണ്ട്. സോ ഇതില് ഒരു 30 റേഞ്ചിൽ വരുന്ന എലമെന്റ്സിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഇതിന്റെയൊക്കെ മാസ് നമ്പറും 30, ഇത് ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരുന്ന എലമെന്റ്സിന്റെ മാസ് നമ്പർ ബിലോ 30യിലാണ് വരുന്നത്. ഓക്കെ, ഇനിതേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന മാസ് നമ്പർ എനിക്ക് തോന്നുന്നു ഒരു 170 എബോവ് മാസ് നമ്പർ വരുന്ന എലമെന്റ്സിനും സ്റ്റെബിലിറ്റി കുറവായിരിക്കും. പക്ഷെ ഇതിനിടയ്ക്ക് എന്ന് പറയുന്നതാണ് ഹൈലി സ്റ്റേബിൾ എലമെന്റ്സ് വരുന്നത്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് പോകുന്നുണ്ട്. അതിൽ തന്നെയും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത് അയൺ 56 എന്ന് പറയുന്ന എലമെന്റിനാണ്. ഫീച്ചേഴ്സ് ഓഫ് ദി ഗ്രാഫ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് മാക്സിമം ഫോർ A equal to 56. അവിടെ എത്രയാണ് ഏകദേശം ബൈൻഡിങ് എനർജി വരുന്നത്? അബൌട്ട് 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയസ് ഏതാണ്? Fe56. കണ്ടോ, ഇതാണ് മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയസ് ആയിട്ട് വരുന്നത്. ഇനി ഫോർ ലൈറ്റർ എലമെന്റ്സ്, ഞാൻ പറഞ്ഞില്ലേ മാസ് നമ്പർ 30ക്ക് ബിലോ വരുന്ന എലമെന്റ്സിനാണ് നമ്മൾ ലൈറ്റർ എലമെന്റ്സ് കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ ഹെവിയർ എലമെന്റ്സ് കാറ്റഗറി വരുന്നത് മാസ് നമ്പർ 170ക്ക് മേലെ വരുന്ന എലമെന്റ്സിനെ ഹെവിയർ എലമെന്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ കൊടുക്കാം. ഈ രണ്ടു പേർക്കും ലൈറ്റർ എലമെന്റ്സിനും ഹെവിയർ എലമെന്റ്സിനും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് വെരി ലോ ആണ്. നമുക്ക് ഗ്രാഫിൽ കാണാൻ പറ്റുന്നുണ്ട്. ഹെൻസ് ന്യൂക്ലിയസ് ഓഫ് ദോസ് എലമെന്റ്സ് ആർ അൺസ്റ്റേബിൾ. അതുകൊണ്ട് കണ്ടോ, ഈ മാസ് നമ്പർ 30ക്ക് താഴോട്ട് വരുന്ന എലമെന്റ്സിനും മാസ് നമ്പർ 170ക്ക് മേളിലോട്ട് വരുന്ന എലമെന്റ്സിനും സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും? കുറവ്, അത് അൺസ്റ്റേബിൾ ആയിരിക്കും. എലമെന്റ്സ് ആർ അൺസ്റ്റേബിൾ. അടുത്ത് ബട്ട് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വാല്യൂ ഇസ് കോൺസ്റ്റന്റ്ലി ഹൈ. അതായത് എബൌട്ട് എത്രയാണ് 8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഫോർ മിഡ് റേഞ്ച് എലമെന്റ്സ്. അതായത് ഈ 30നും 170നും ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന എലമെന്റ്സിന് അവയുടെ ബൈൻഡിങ് എനർജി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എലമെന്റ്സ് എന്തായിരിക്കും? മോർ സ്റ്റേബിൾ. ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ ഫിഷൻ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ. ഫ്യൂഷനില് ലൈറ്റർ ന്യൂക്ലിയർ കമ്പൈൻഡ് ടു ഫോം എന്താണ്? ഹെവിയർ ന്യൂക്ലിയർ. അതാണ് ഫ്യൂഷനകത്ത് വരുന്നത്. ഫിഷനകത്ത് വരുന്നത് പിന്നെ എന്താണ്? സ്പ്ലിറ്റപ്പ് ആണ് ഫിഷനകത്ത് നടക്കുന്നത്. ഓക്കെ, അതറിഞ്ഞിരിക്കുക. ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി. The strong nuclear force which binds the proton and neutrons together inside a nucleus is called nuclear force. മനസ്സിലായിട്ടുണ്ടാവും. അതിൽ പ്രത്യേകിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നേച്ചറൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ്. പിന്നെ ഇതൊരു ഷോർട്ട് റേഞ്ചിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഇത് ചാർജിനെ ഇൻഡിപെൻഡന്റ് ചെയ്ത് നിൽക്കുന്നു. അറിഞ്ഞിരിക്കുക ബേസ് ഫാക്ടേഴ്സ്. പിന്നെ ന്യൂക്ലിയർ എനർജി ആൻഡ് ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും. ന്യൂക്ലിയർ ഫിഷൻ ഈസ് ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് heavier nucleus into 2 or more lighter nuclei with the emission of enormous amount of energy. ഈ ഇക്വേഷൻ നോക്കിക്കേ. യുറേനിയം 235 എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ ഒരു ന്യൂട്രോൺ കൊണ്ട് കൊളൈഡ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? യുറേനിയം 236 കിട്ടും അല്ലെ. പ്ലസ് നമുക്കൊരു ന്യൂട്രോൺ ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഈ ന്യൂട്രോൺ വീണ്ടും ഈ യുറേനിയം 236നെ ചെന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബേരിയം 144ഉം ക്രിപ്റ്റോൺ 89ഉം 3 ന്യൂട്രോണും പ്ലസ് എന്താണ് കുറച്ച് എനർജിയും റിലീസ് ആവുന്നുണ്ട്. ഈ ക്യൂ എന്ന് പറയുന്നതിന് എന്തെന്ന് പറയാം? ക്യൂ വാല്യൂ എന്ന് പറയാം. അതായത് ഇറ്റ് ഈസ് ദി ആവറേജ് എനർജി റിലീസ്ഡ് പെർ ഫിഷൻ. അതാണ് ഈ ക്യൂ വാല്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എത്ര? മിയർലി ഈക്വൽ ടു 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജിയാണ് റിലീസ് ആവുന്നത്. ഈ ക്യൂ വാല്യൂ പോസിറ്റീവ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഫിഷൻ നടക്കും. എന്നാൽ ക്യൂ വാല്യൂ നെഗറ്റീവ് ആയാൽ ഫിഷൻ ഈസ് നോട്ട് പോസിബിൾ. അതും അറിഞ്ഞിരിക്കുക.
അപ്പോൾ ഹെവിയർ ന്യൂക്ലിയൈ ലൈറ്റർ ന്യൂക്ലിയൈ ആയിട്ട് ഡിവൈഡ് ചെയ്തു ന്യൂക്ലിയർ ഫിഷനിൽ. എന്താണ് ചെയിൻ റിയാക്ഷൻ? സെൽഫ് സസ്റ്റൈൻഡ് ന്യൂക്ലിയർ ഫിഷൻ ഈസ് കോൾഡ് ചെയിൻ റിയാക്ഷൻ. നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനും പറ്റും. പൊതുവിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു റിയാക്ഷൻ ആണ്. പക്ഷേ നമുക്ക് ഈ ന്യൂട്രോൺസിന്റെ എണ്ണം കുറച്ച്, ഈ ന്യൂട്രോൺസ് കൂടുതൽ പ്രൊഡ്യൂസ് ആവുന്നത് കൊണ്ടല്ലേ വീണ്ടും വീണ്ടും കൊളൈഡ് ചെയ്ത് ആറ്റം സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്, ഫിഷൻ നടക്കുന്നത്. പക്ഷെ നമുക്ക് ചില കണ്ടീഷൻസിൽ ഈ ന്യൂട്രോൺസിന്റെ എണ്ണം കുറയ്ക്കുന്നത് വഴി ഈ ഈ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അതിങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ നടന്നു പോവാതെ, ചെയിൻ റിയാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1 2 ആവും, 2 4 ആവും, 4 8 ആവും, ഡബിൾ ചെയ്ത് കൊണ്ടേയിരിക്കും. സോ ചെയിൻ റിയാക്ഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആൻഡ് അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. ഈ കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ നമുക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ന്യൂക്ലിയർ റിയാക്ടേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കൂടംകുളം പോലുള്ള പവർ സ്റ്റേഷനിലൊക്കെ അവിടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആണ്. ഇനി ആറ്റം ബോംബിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആണ് ആറ്റം ബോംബ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? Nuclear reactions in which two or more lighter nuclei fuse together to form heavier nucleus. അതായത് ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്ത് ഹെവിയർ ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതിന്റെ കേസിൽ എന്താണ്? എനർജി റിലീസ് നടക്കുന്നുണ്ട്. ഓക്കെ, 2 ഹൈഡ്രജൻ പിന്നെ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവിയർ ന്യൂക്ലിയസ് ഉള്ള ഹീലിയമായി മാറുന്നു. Yeshuda Edu Platform, a complete education channel for cracking competitive exams for your dream career in life science field as well as Kerala PSC exams. Please like, share and subscribe for more videos.